ഇന്നത്തെ സഹനങ്ങളും വേദനകളുമൊക്കെ ദൈവം നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്നതാണ്. ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവർക്ക് മാത്രമേ സഹനങ്ങളെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, ഇതാ പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരെ നാം കരുതുന്നു. എന്താണ് ഈ ഭാഗ്യം? ഒരു ഉദാഹരണത്തിലൂടെ ഇത് ഞാൻ വ്യക്തമാക്കാം. ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകന്മാരിൽ ഒരാളായിരുന്നു റെയ്നാൾഡ് ബോങ്കെ. റെയ്നാൾഡ് ബോങ്കയുടെ സുവിശേഷ പ്രഘോഷണത്തിന് ചില സായാഹ്ന പ്രഘോഷങ്ങളിലൊക്കെ ഏതാണ്ട് 30 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ ലക്ഷങ്ങളായിരുന്നു ഓരോ ദിവസവും റെയ്നാൾഡിനെ കാണുവാനും കേൾക്കാനും വേണ്ടി തടിച്ചുകൂടിയിരുന്നത്. ഒരു കൗതുകകരമായ യാഥാർത്ഥ്യം, 2 തലമുറയ്ക്കപ്പുറത്ത് റെയ്നാൾഡ് ബോങ്കയും കുടുംബവും റെയ്നാൾഡ് ബോങ്കയുടെ കുടുംബം ക്രിസ്ത്യാനികളായിരുന്നില്ല, അവർ ജർമ്മൻകാരായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം, അതായത് ഇദ്ദേഹത്തിൻ്റെ വല്യപ്പന് റെയ്നാൾഡ് ബോങ്കയുടെ വലിയപ്പൻ്റെ ചെറുപ്പകാലത്തിൽ ഒരിക്കൽ ഒരു ദിവസം അമേരിക്കക്കാരനായ ഒരു മിഷണറി അവിടെ ഇവർ താമസിച്ചിരുന്ന ഈ ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ വാഹനം വഴിതെറ്റിയെത്തിയപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊക്കെ വഴിതെറ്റുമ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് അടുത്ത ഒരു വഴി, ശരിയായ വഴി തിരഞ്ഞെടുത്ത് യാത്ര തുടരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മിഷണറി ഇദ്ദേഹം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായിരുന്നു, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നവനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം, എൻ്റെ വഴി തെറ്റിയതല്ല, പക്ഷേ ദൈവം എന്നെ ഏതോ ഒരു വഴിയിലൂടെ, എനിക്കറിഞ്ഞുകൂടാത്ത ഒരു വഴിയിലൂടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നയിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ അവിടെ ഒരു സ്ഥലത്ത് പോയി അന്വേഷിച്ചു. ഈ ഗ്രാമത്തിൽ വേദന അനുഭവിക്കുന്ന രോഗികളായ ആരെങ്കിലുമൊക്കെ ഉണ്ടോ, അവർക്ക് വേണ്ടി ഞാനത് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ നാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, തൊട്ടടുത്തൊരു വീടുണ്ട്, തൊട്ടടുത്ത് ഉള്ള ആ വീട്ടിൽ ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഒരു അപൂർവ രോഗത്തിന് അടിമയാണ് വർഷങ്ങളായി. അതായത് രാവിലെ തൊട്ട് രാത്രി വരെ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഠിന വേദനയാണ്. റെയ്നാൾഡ് ബോങ്കയുടെ വല്യപ്പനാണ്. ആ നിമിഷം ആ സുവിശേഷൻ മനസ്സിലായി, പരിശുദ്ധാത്മാവ് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം ആ വീട്ടിലേക്ക് കടന്നുപോയി. അദ്ദേഹം കൈകൾ വെച്ച് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രകടമായ അത്ഭുതങ്ങളൊന്നും അന്ന് സംഭവിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥന ഇന്നല്ലെങ്കിൽ നാളെ ഫലം ചൂടും, ഒരു പ്രാർത്ഥനയും വെറുതെ ആവില്ല. സുവിശേഷൻ ഇവിടുന്ന് യാത്രയായി. 2 ദിവസങ്ങൾക്ക് ശേഷം വർഷങ്ങളായി തളർന്നു കിടന്ന ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ പെട്ടെന്ന് എണീറ്റു, പൂർണ്ണ സൗഖ്യത്തിലേക്ക് വന്നു. അന്ന് ആ കുടുംബം ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു മകനുണ്ടായി. ഈ മകൻ ഒരു വലിയ സുവിശേഷകനായി മാറി. അയാളുടെ മകനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റെയ്നാൾഡ് ബോങ്കെ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ സുവിശേഷകരിൽ ഒരാളായിരുന്നു റെയ്നാൾഡ് ബോങ്കെ. പക്ഷേ ഈ റെയ്നാൾഡ് ബോങ്കയെ രൂപപ്പെടുത്താൻ വേണ്ടി 2 തലമുറ മുമ്പ് തന്നെ ദൈവം ആ കുടുംബത്തെ ഒരുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളും തിരിച്ചടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരർത്ഥവും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. എന്തിനാണ് ഞാനിങ്ങനെ സഹിക്കുന്നതെന്ന്, അല്ലെ എൻ്റെ കുടുംബം ഇങ്ങനെ സഹിക്കുന്നതെന്ന് ഒരു ഉത്തരവ് നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ 100% കണ്ണും പൂട്ടി കർത്താവിൽ വിശ്വസിക്കാം, ഈ സഹനങ്ങളൊക്കെ ദൈവം നന്മയാക്കി മാറ്റും. അതൊരു പക്ഷേ നമ്മൾ കണക്കാക്കുന്ന സമയത്തോ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയൊന്നും ആകണമെന്നില്ല. തലമുറകളിലേക്കുള്ള അനുഗ്രഹങ്ങൾ പലപ്പോഴും കിട്ടുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സഹനങ്ങൾ മൂലമായിരിക്കും. ഇങ്ങനെ ഒരു സഹനവും ഒരു സങ്കടവും തമ്പുരാൻ്റെ മുമ്പിൽ വെറുതെയായി പോകുന്നില്ല. നമ്മുടെ കണ്ണീരിന് നേരെ കണ്ണടയ്ക്കുന്നവനല്ല കർത്താവ് യേശു. നമ്മുടെ കണ്ണീരിന് നേരെ ഒരിക്കലും കണ്ണടയ്ക്കുന്നവനല്ല നമ്മുടെ യേശു. ആ ബോധ്യമുള്ളതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞത്. ജോബിൻ്റെ ദീർഘസഹനത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് അവസാനം അവനോട് എന്ത് ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യമുള്ളവനാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. സ്നേഹമുള്ളവരെ, ഈ ഒരു പ്രത്യാശ നമുക്ക് സഹനങ്ങളുടെ മധ്യേ ജീവിക്കുമ്പോൾ ഉണ്ടാവട്ടെ. ഈശോ ഒന്നും അറിയാതെ നടിക്കുന്നില്ല. എല്ലാറ്റിനും കർത്താവിന് മുമ്പിൽ ഉത്തരമുണ്ട്. എൻ്റെ ചോദ്യങ്ങൾക്ക് എനിക്കോ എൻ്റെ കൂട്ടുകാർക്കോ എൻ്റെ പ്രിയപ്പെട്ടവർക്കോ ഒന്നും ഉത്തരം തരാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും
എൻ്റെ തമ്പുരാൻ്റെ ഹൃദയത്തിൽ ഉത്തരമുണ്ട്. ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.